പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ശരണ്യ, ഇതെൻ്റെ മകൻ അയാൻ. ഞങ്ങൾ വരുന്നത് UK നിന്നുമാണ്. നാട്ടിൽ ഞങ്ങൾ കോലഞ്ചേരി എന്ന സ്ഥലത്താണ്. 2022 ജാനുവരിയിലാണ് ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ എത്തുന്നത്. അത് എൻ്റെ അമ്മ വഴിയാണ് ഞാനിവിടെ എത്തുന്നത്. അമ്മ അതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനോടകം തന്നു കഴിഞ്ഞു. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ലഭിച്ച ജോലിയെ പറ്റിയാണ്. ഞാൻ 2022 ദുബായിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ദുബായിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നമുക്ക് UK ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിരുന്നത് IELTS എന്ന് പറയുന്ന ഒരു കടമ്പ നമുക്ക് കടക്കേണ്ടിയിരുന്നു. ജോലിയും അതുപോലെ തന്നെ IELTS പഠനവും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അന്ന് എൻ്റെ മകൻ വളരെ ചെറുതാണ്, അവന് ഏകദേശം 1-1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്നും ഓൺലൈനായിട്ടാണ് IELTSൻ്റെ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ 2 തവണ IELTS ഏകദേശം ഒരു മാസക്കാലമാണ് ഞാൻ IELTSൻ്റെ ട്രെയിനിങ് എടുത്തത്. അതിനുശേഷം ഞാൻ IELTSൻ്റെ എക്സാം നമ്മൾ ഷാർജയിലാണ് എക്സാം സെൻറ്റർ എടുത്ത് ഞാൻ IELTSന് എക്സാം എഴുതാൻ പോയി. എഴുതാൻ പോകുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയവും എല്ലാം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് എല്ലാം ചെയ്തിട്ടാണ്. അതുപോലെ മാതാവിൻ്റെ ഉപ്പ് അത് ഞാൻ കുറച്ച് എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന എക്സാം എഴുതാനായിട്ട് ഈ സെൻറ്ററിലേക്ക് ചെല്ലുന്നത്. എക്സാം എഴുതുന്ന സെൻറ്ററിൻ്റെ സൈഡിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കുറച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാമിന് എഴുതാനായിട്ട് കയറിയത്. 2 തവണ ഞാൻ IELTSൻ്റെ എക്സാം എഴുതാൻ പോയപ്പോഴും ഈ സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. 2ാമത്തെ തവണ എക്സാം എഴുതാൻ പോയപ്പോൾ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇനിയും ഇതിലേക്ക് എക്സാം എഴുതാനായിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് വരാൻ എനിക്കൊരു അവസരം ഉണ്ടാകരുത്, ഇതായിരിക്കണം ലാസ്റ്റത്തെ ഒരു എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് IELTS എക്സാം എഴുതാൻ കയറുന്നത്. എനിക്ക് 2 തവണ ഞാൻ എക്സാം എഴുതിയപ്പോഴും എനിക്ക് 2 തവണ ലഭിച്ചത് ഒരേ സ്കോർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു, ഈ ഒരു സ്കോർ മതിയോ എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ വളരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലേക്ക് ആ ഒരു സ്കോർ മതിയായിരുന്നു. അതിൽ ഒരു പോയിൻ്റ് സ്കോർ പോലും അവർക്ക് കൂടുതൽ വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയതും വളരെ മാതാവിൻ്റെ സഹായം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് UK ആരും തന്നെ ബന്ധുക്കളോ അതുപോലെ തന്നെ ആരും തന്നെ എൻ്റെ പരിചയക്കാരും തന്നെ UK വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ സെയിം ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പുള്ളിക്കാരിനെ കോണ്ടാക്റ്റ് ചെയ്യാനും ഒരു സഹായം ആകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് ഈ സെയിം ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ചാൻസ് കിട്ടണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന സമയത്തെല്ലാം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ സെയിം ഹോസ്പിറ്റലിലേക്ക് ഒരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ആ ഹോസ്പിറ്റലുകാരെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഏകദേശം ഇവിടുത്തെ നമ്മുടെ ദുബായ് ടൈം 2 മണിക്കാണ് ഇൻ്റർവ്യൂ അവർ പറഞ്ഞത്. ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നമ്മുടെ ദുബായിലുണ്ടായിരുന്ന ലൈൻ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ഹാഫ് ഡേ തരണം. ഏതെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും തിയേറ്ററിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്കൊരു ഹാഫ് ഡേ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ മാനേജർ യാതൊരു മടിയും കൂടാതെ പുള്ളി എന്നോട് പറഞ്ഞു, നീ എടുത്തോ, ഹാഫ് ഡേ എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്ത് അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിൻ്റെ ദിവസം രാവിലെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലമൊക്കെ തൊട്ട് ഞാൻ ഹാഫ് ഡേ എടുത്ത് ഇറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്ന് 2 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ വരുമല്ലോ. വീട്ടിൽ വന്നതിന് ശേഷം
ഓൺലൈനായിട്ട് സമാധാനപരമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. വണ്ടി എനിക്ക് കിട്ടിയില്ല. ഒരു ടാക്സി ആ ഒരു സമയത്ത് ഒരു ടാക്സി പോലും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡിൽ വളരെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട്, ആംബുലൻസിൻ്റെ സൗണ്ട്, നമുക്കൊന്നും കേൾക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ ഫോണിനകത്ത് പ്രാർത്ഥിച്ച് ഒരു 100 തവണ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഔട്ട്സൈഡിലാണ് നിൽക്കുന്നത്, എനിക്കൊന്നും കേൾക്കാൻ വയ്യ. അവർ ചോദിച്ചു എന്തൊക്കെയോ, ഞാനും പറഞ്ഞു. ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഞാൻ കുറച്ച് പിന്നീട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇത് കിട്ടുമോ ഇല്ലയോ? കാരണം ഞാൻ പറഞ്ഞത് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ അതാണോ, അതോ ഞാൻ പറഞ്ഞ റിപ്ലൈ അത് തന്നെയാണോ, അതിനുള്ള ആൻസർ ആണോ എന്ന് അപ്പോഴും എനിക്ക് കൺഫ്യൂഷനായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള മെയിൽ വന്നു, നമ്മൾ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി എന്ന് മെയിൽ വന്നു. മാതാവിൻ്റെ കൃപ, തിരുക്കുമാരൻ്റെ കരുണ ഞങ്ങളെ അവിടെയും അനുഗ്രഹിച്ചു. 1 രൂപ പോലും മുടക്കാതെയാണ് ഞാനും എൻ്റെ കുടുംബവും ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുന്നത്. സാധാരണ ലക്ഷങ്ങളൊക്കെ മുടക്കിയാണ് UK ആളുകൾ പോകുന്നത്. എൻ്റെ ഭാഗത്തു നിന്നും 1 രൂപ പോലും മുടക്കാതെ എൻ്റെ അവസ്ഥ ഏകദേശം മാതാവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങളങ്ങനെയാണ് UK എത്തുന്നത്. പിന്നീട് ഇപ്പം അവിടെ ഞാൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണറായിട്ട് ഏകദേശം 3 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. നല്ലൊരു ഹോസ്പിറ്റലും നല്ല കൊളീഗ്സിനെയൊക്കെ തന്ന് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറയാനുള്ളത് എൻ്റെ മകൻ്റെ കാര്യമാണ്. അവന് ഏകദേശം 2 വയസ്സുള്ള സമയത്താണ് അവനെ ഞങ്ങൾ UK കൊണ്ടുപോകുന്നത്. അവൻ്റെ നേഴ്സറി വിദ്യാഭ്യാസം അവിടെ തന്നെ ആയിരുന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം നേഴ്സറി ചെന്ന് ഏകദേശം ഒരു 3-3.5 മാസമായി അവൻ്റെ ടീച്ചർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവനെ പടം വരയ്ക്കാനും ഡ്രോയിങ്ങും അങ്ങനെ ആക്ടിവിറ്റീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവൻ വളരെയധികം പിന്നോട്ട് നിൽക്കുന്നു. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ പിന്നോട്ട് നിൽക്കുന്നു. നിങ്ങളൊരു ഡോക്ടറെ പോയി ഒരു GPനെ കൺസൾട്ട് ചെയ്ത് അവനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് ആ ടീച്ചർ നമ്മളെ വിളിച്ചു പറഞ്ഞു. മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. കാരണം ഇത് വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞതിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിരുന്നു. അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം, സ്കൂൾ വിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് എൻ്റെ അമ്മേനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ കയ്യിൽ മാതാവിൻ്റെ തൈലമല്ലേ ഇരിക്കുന്നത്, വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് 1 തുള്ളി തൈലം അവൻ്റെ നാക്കിൽ തൊട്ട് കൊടുക്കാൻ. ഞാൻ അതുപോലെ തന്നെ അമ്മ പറഞ്ഞ മാതിരി തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം പിന്നീട് ഒരിക്കലും ഒരു ടീച്ചർമാരും അവനെപ്പറ്റി അവനൊരു പ്രോബ്ലം ഉള്ളതായിട്ടോ അവനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. 2 ദിവസം മുമ്പ് അവന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ പഠിക്കുന്ന റിസപ്ഷനിലാണ്. മീറ്റിംഗ് ഉണ്ടായിരുന്നു. ടീച്ചർമാർക്കെല്ലാം തന്നെ അവനെപ്പറ്റി നല്ല അഭിപ്രായം പറയുകയാണ്. മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണമാണ് എൻ്റെ മകന് അവിടെ കിട്ടിയത്. പിന്നീട് പറയാനുള്ളത് ഇവൻ്റെ തന്നെ വേറൊരു കാര്യമാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം ഇവനെ സ്കൂൾ വിട്ട സമയത്ത് ഹസ്ബൻഡാണ് കൂട്ടാൻ പോയത്. ഹസ്ബൻഡിൻ്റെ കൂടെ ടീച്ചർമാർ ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഇവനും വേറൊരു കുട്ടിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കൂടെ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് കണ്ടതാണ്. പിന്നീട് ഹസ്ബൻഡ് അപ്പോൾ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണാനില്ല. എല്ലാവരും ഈ ബ്ലാക്ക് കളർ ജാക്കറ്റ് ഇട്ട് പേരൻസ് എല്ലാം വരുന്നത് തണുപ്പായതുകൊണ്ട് ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും പേരൻസിൻ്റെ കൂടെ പോയോ എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ഹസ്ബൻഡാണെങ്കിൽ ആകെ ടെൻഷനായി പോയി. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും പെട്ടെന്ന് അവിടെ വന്ന ടീച്ചർമാരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഫ്രണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്തു. സ്കൂളിൻ്റെ എല്ലാ ഗേറ്റും ക്ലോസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അവർ ഓരോ ക്ലാസ് റൂമും കയറി ഇറങ്ങി ചെക്ക് ചെയ്തിട്ടും ഇവനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. കാരണം അവർ ടെൻഷൻ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കാർ പാർക്കിംഗ് ആണ്. അതുപോലെ തന്നെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു തോട് പോലെ അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല രീതിയിൽ വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മളെ ഈ താറാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിള്ളേരെങ്ങാനും നോക്കി നിന്ന് അതിലേക്ക് എങ്ങാനും വീണു പോവുമോ
എന്നൊക്കെയായിരുന്നു ടീച്ചർമാരൊക്കെ ചിന്തിച്ചതും ഹസ്ബൻഡ് അടക്കം ചിന്തിച്ചത് അങ്ങനെയാണ്. ആ ഒരു ടൈമിൽ ഇവൻ്റെ ടീച്ചർ പറഞ്ഞു, എന്നാൽ നമുക്ക് സെയിൽസ്ബറി എന്ന് പറയാം, തൊട്ടടുത്ത് സെയിൽസ്ബറിയുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ ആണെങ്കിൽ ഒരുപാട് ഈ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടികളെ കൊണ്ടുപോയോ തട്ടിക്കൊണ്ടുപോയോ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ആ സാറ് തന്നെ ഒരു 2-3 തവണ ആ സെയിൽസ്ബറിയുടെ അകത്തും അതിൻ്റെ പുറത്തും ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ഇവനെ കണ്ടില്ല. അപ്പോൾ ടീച്ചർ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനി നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പോലീസിനെ അറിയിക്കണം, അതല്ലാതെ വേറെ ഓപ്ഷനില്ല. അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ, ക്യാമറയൊക്കെ ചെക്ക് ചെയ്യാതെ ഇനിയിപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല നമുക്ക് ഞാനൊന്നും കൂടി പോയി നോക്കട്ടെ, സെയിൽസ്ബറിയുടെ അവിടെ ഞാനൊന്നും കൂടി ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒന്നോടെ ചെന്ന് നോക്കിയ സമയത്ത് ഇവൻ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ മാതാവ് പിടിച്ചു നിർത്തിയ മാതിരി പുള്ളി ആ കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, പുള്ളിയും പേടിച്ചു പോയി. കാരണം ഇത്രയും സമയം വേറെ ഒരു കാറിന് മുമ്പിൽ പോയിരുന്നില്ല. കാരണം പാർക്കിംഗ് ആണ്, അത്യാവശ്യം കാറുകളെല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഒരു വണ്ടിയുടെയും ഫ്രണ്ടിലേക്ക് ചാടാതെ പുള്ളി കറക്റ്റായിട്ട് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. അതിൽ മാതാവിനെ ഒരുപാട് നന്ദി പറയണു. എന്നിട്ട് മകൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. മാതാവിന് അത്രമാത്രം ഞങ്ങളെപ്പോഴും പറയും, അവനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന മാതാവാണെന്ന് പറയും. മാതാവും തിരുക്കുമാരനാണ് അവനെ എപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. പിന്നീട് പറയാനുള്ളത്, UK-യിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം. നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് ആദ്യം ചെന്ന സമയത്ത് 3 മാസം ഹോസ്പിറ്റലുകാർ അക്കോമഡേഷൻ തന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറണം. ആ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാറണം. അതുപോലെ എൻ്റെ ഫാമിലി ആ സമയത്ത് നാട്ടിലായിരുന്നു. എനിക്ക് ഫാമിലീനെയും എല്ലാവരെയും കൊണ്ടുവരികയും ചെയ്യണം. അപ്പം ഞങ്ങൾ അത്യാവശ്യം റൂമിന് നോക്കിക്കൊണ്ടിരുന്നു. വീടുകൾ കിട്ടാനായിട്ട്, റെൻറ്റിന് വീടുകൾ കിട്ടാനായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു തരത്തിലും എല്ലാ സൈറ്റുകളും നോക്കുമ്പോൾ അവർ ചോദിക്കുന്ന ക്രൈറ്റീരിയ 2 പേർക്ക് ജോലി. ആ സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. 2 പേർക്ക് ജോലി, കാര്യങ്ങളെല്ലാം വേണം. അങ്ങനെ രണ്ട് സ്ഥലത്തുനിന്ന് 2 ഏജൻസിക്കാരെന്നെ വിളിച്ചു. മാതാവിൻ്റെ പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഓരോ തവണ നമ്മൾ ആപ്ലിക്കേഷൻ വായിക്കുമ്പോഴും നമ്മൾ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ വിടുന്നത്. ആ സമയത്തെല്ലാം രണ്ട് ഏജൻസിക്കാരാണ് നമ്മൾ വിളിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളെയും കൊണ്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടണം. അവർക്ക് വിദ്യാഭ്യാസത്തിനായാലും സ്കൂൾ അടുത്ത് വേണം, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളും അത്യാവശ്യം കടകളും അടുത്തുള്ള നല്ല ഒരു ഏരിയ തന്നെ കിട്ടണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ഈ 2 വീടുകളും കാണാൻ പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവിടെ ആരും സൈഡിൽ ആ വീടിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ അകമൊക്കെ കയറി കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഇത് തന്നാൽ മതി, അല്ലാത്ത പക്ഷം നമുക്കിത് തന്നിട്ട് കാര്യമില്ല. കാരണം അതിന് നമ്മുടെ റെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങണം, അങ്ങനത്തെ ഒരു വീട് തന്നെ തരണം എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ കണ്ട 2ാമത്തെ വീടാണ് എനിക്ക് ലഭിച്ചത്. അതൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു വീട്, 2 ബാത്റൂമുള്ള. അത് ഞങ്ങളുടെ വീട് വന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞു, UK-യിൽ അങ്ങനെ 2 ബാത്റൂമും അറ്റാച്ച്ഡായിട്ട് വരുന്ന ഒരു വീട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതും ഗ്രൗണ്ട് ഫ്ലോറിൽ. അങ്ങനെ ആ ഒരു വീടിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞിട്ടില്ല, ഫ്ലോറിലിട്ടിരിക്കുന്ന കാർപ്പറ്റ് മാതാവിൻ്റെ കളറായ ഗ്രേ കളറുള്ള ഒരു കാർപ്പറ്റാണ്. അങ്ങനെയും മാതാവിൻ്റെ ഒരു അടയാളം തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന പേഷ്യൻസിനൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മൾ മെൻ്റൽ സപ്പോർട്ട് നൽകാനും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാനും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഞാൻ കണ്ട് അവരെ പരിപാലിക്കാൻ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ വളരെ കുറച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ UK-യിലേക്ക് പോയി. പിന്നീട് നമുക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിനുള്ള സഹായങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ മറ്റുള്ളവരോട് നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരോട് മാതാവിനെ പറ്റി
നമ്മൾ പറയാറുണ്ട്, മാതാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ മാതാവിന് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ എനിക്കറിയാവുന്ന ഒരു കുട്ടി അവർ ഫാമിലി ഇവിടെ വന്ന് 1 വർഷം മുമ്പ് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടൊക്കെ മാതാവിനെ പറ്റി മാക്സിമം പറയാറും എല്ലാം തന്നെ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഡെയിലി ബ്രെഡ്, അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഇതെല്ലാം കൂടാറുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഉപവാസം എടുക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ എല്ലാ ദിവസവും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് നേരത്തെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഞാനിപ്പോൾ സാക്ഷ്യങ്ങളാണ് അടുക്കളയിൽ ഇങ്ങനെ സാക്ഷ്യം വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ മീൻസ് വർക്ക് പണിയുടെ സമയത്തായാലും എൻ്റെ ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് ഈ സാക്ഷ്യം കേൾക്കും. അത് നല്ലതാണെങ്കിൽ നല്ല അത്യാവശ്യം നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സാക്ഷ്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതവും കാരുണ്യ പ്രവർത്തികളും. മരണം വരെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാനായിട്ട് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നു. അതിന് മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചെയ്യാനും അതുപോലെ തന്നെ മാതാവ് അതിന് എന്നെ പ്രാപ്തയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ആമേൻ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. സങ്കീർത്തനം 126 6-ാം വചനമാണ്. നമ്മുടെ കണ്ണീർ കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ പരിശ്രമം ഒരു നാൾ ഫലം കാണുമെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടിയിൽ നമുക്കുള്ളത്. കണ്ണീരോടെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ ദൈവം ആനന്ദത്തിൻ്റെ കൊയ്ത്ത് നൽകിയാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയിൽ ഇന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസം നാളെ നമ്മുടെ വലിയ അനുഗ്രഹമായി, വലിയ സാക്ഷ്യമായാണ് നാളെ മാറുന്നത്. നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നിസ്സഹായതയെല്ലാം ദൈവസന്നിധിയിൽ കണ്ണീരോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ച് സഹിക്കുമ്പോൾ നമ്മുടെ കണ്ണീര് ഒരിക്കലും വെറുതെ ആവില്ല. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ണീരോടെ വിത്തുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ കാലക്രമത്തിൽ ദൈവം അതിന് അനുഗ്രഹമാക്കി മാറ്റുന്ന ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലെ ഓരോ നിമിഷവും നാം കേൾക്കുന്നത്. ശരണ്യ എന്ന മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയാണ്. സങ്കടത്തിൻ്റെ നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിന് ശേഷം ഈ മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നൽകിയ വലിയ അനുഗ്രഹങ്ങളുടെ ഒരു സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ആദ്യമായി IELTS എക്സാം എഴുതാൻ പോവുകയും ഒരു ജോലി കിട്ടി, അനസ്തേസ്യ ടെക്നീഷ്യനായിട്ടാണ് ദുബായിൽ ജോലി ചെയ്തിരുന്നത്. പിന്നീട് വേറൊരു ജോലിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. അതിനുള്ള സ്കോർ കിട്ടാനായിട്ട് പല പ്രാവശ്യവും ശ്രമിച്ചു. പിന്നീട് കറക്റ്റായിട്ടുള്ള ഒരു സ്കോർ നൽകിയാണ് ദൈവം അനുഗ്രഹിക്കുകയും പിന്നീട് എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മ ഏറ്റെടുക്കുകയാണ്. ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഓരോ ഇൻ്റർവ്യൂവിന് പോയത്. പിന്നീടാണ് ആ ഇൻ്റർവ്യൂ പാസ്സാകാൻ സാധിക്കുകയും മകൾ പറഞ്ഞതുപോലെ വഴിയിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മകളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ ഇൻ്റർവ്യൂ എല്ലാം പാസ്സാകാൻ സാധിക്കുകയും നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു. അതായത് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്ടീഷണറായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അത് എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തത്. ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ ജോലി നൽകി ഈശോയും അമ്മയെ അനുഗ്രഹിച്ചതെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറഞ്ഞ സാക്ഷ്യം മകനെ പറ്റിയാണ്. ലേണിംഗ് ഡിസബിൾ, അതായത് സ്ലോ ലേണറായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ് പറഞ്ഞ പ്രകാരം ഈ മകൾക്ക് സങ്കടം തോന്നി. പക്ഷെങ്കിൽ
ഉടമ്പടിയിലായിരുന്നു കൊണ്ട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച്, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ആ നിരാശപ്പെട്ട സമയത്ത് സ്വന്തം അമ്മയെ വിളിച്ച് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുക? അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ക്രൈസ്തവ കുടുംബമാണ്, ആ കുടുംബത്തിലെ അമ്മ മകളോട് പറയുകയാണ്, മോടെ കയ്യിൽ ഉടമ്പടി തൈലമല്ലേ ഉള്ളതെന്ന്. ചില സമയത്ത് നമ്മുടെ സങ്കടപ്പെട്ട നിമിഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമുക്ക് വിശ്വാസ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അമ്മയിൽ നിന്നായിരിക്കും ഈ മകള് അമ്മയെപ്പറ്റി, കൃപാസന അമ്മയെപ്പറ്റി അറിഞ്ഞത്. ആ സങ്കടപ്പെട്ട നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിമിഷത്തിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് സ്വന്തം അമ്മയിൽ കൂടെ സംസാരിച്ചത്. മോടെ കയ്യിൽ മോൾ എന്തിനാ പേടിക്കണേ, ഉടമ്പടി തൈലമല്ലേ ഉള്ളത്. അങ്ങനെ ആ മകള് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മകൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് ആ മകന് ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിന്ന് ഡിസബിലിറ്റി മാറുകയും നല്ല മാർക്കോട് കൂടി പിന്നീട് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് കുഞ്ഞിനെ കാണാതായപ്പോഴും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സഞ്ചാരി മാതാവാണ്. UK ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിലെ മക്കൾ അമ്മയെ വിളിക്കുമ്പോൾ തന്നെ അമ്മ അവരുടെ കൂടെയുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകന് നൽകിയ സംരക്ഷണം. ആ മകനെ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒന്നും സംഭവിക്കാതെ, അവിടെ തൊട്ടടുത്ത് തോടുണ്ടായിരുന്നു, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്, സൂപ്പർ മാർക്കറ്റിൽ പല റിഫ്യൂജീസ് ഉണ്ട്, എന്ത് വേണേലും സംഭവിക്കാമായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും സംഭവിക്കാതെ ഈ മകനെ പൂർണ്ണ സംരക്ഷണം നൽകി അച്ഛൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കുകയാണ്. താമസ സൗകര്യവും അതുപോലെ തന്നെ UK ഒരു റെൻ്റ് ഹൗസ് കിട്ടുന്ന വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ ഒരു അടയാളം നൽകി. അതായത് വീട് കാണാൻ പോയപ്പോൾ രണ്ടാമത്തെ വീട്ടിൽ ഗ്രേ കളറിൻ്റെ ഒരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അവിടെയും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഈ മകൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മയുടെ ആ സാന്നിധ്യം, സഞ്ചാരി മാതാവിൻ്റെ ആ സാന്നിധ്യം ഈ മകൾക്ക് അവിടെയും മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഉടമ്പടിയിൽ സന്തോഷത്തിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കൊയ്ത്താക്കി മാറ്റാൻ പ്രാർത്ഥിക്കാം. ഈശോയുടെയും അമ്മയുടെയും കാരുണ്യവും അനുഗ്രഹവും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ നമ്മൾ സന്നിധിയിൽ വരുമ്പോൾ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ശരണ്യയ്ക്കും കുടുംബത്തിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.